ഹായ് ഗൈസ്, അപ്പോൾ നിങ്ങളെല്ലാവരും കാത്തിരുന്ന ദ്രൗപദി ദർശത്തിൻ്റെ അവസാന ഭാഗമാണ് ഇന്ന് ഞാനിവിടെ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. ദ്രൗപദി ദർശം അവസാന ഭാഗം. രചന ഫൗസിയ നൗഷാദ്. ശിവാനിയുടെ വായിൽ നിന്ന് കൈമാറ്റാതെ മഹാദേവ് ക്രൂരമായി പറഞ്ഞു. അവൾക്ക് ശ്വാസം കിട്ടാതെയായി. അവൾ അയാളുടെ കയ്യിൽ കിടന്ന് ശ്വാസത്തിന് വേണ്ടി പിടഞ്ഞു. അവൾ ബോധം മറിഞ്ഞ് താഴേക്ക് വീണിരുന്നു. എന്നിട്ടും പകതീരാതെ അയാൾ തൻ്റെ കയ്യിലുള്ള കത്തി അവളുടെ മേലേക്ക് കുത്തിയിറക്കി. അപ്പോഴും അവളുടെ കണ്ണുകളിൽ അയാളോടുള്ള പക ജ്വലിച്ചു. അനുഭവിക്കും, ഇതിനോരോന്നിനും. നീതിയല്ല, ദൈവം തന്നെ തന്നിരിക്കും, നോക്കിക്കോ, അവൾ വാശിയോടെ പറഞ്ഞു. ദർശ് ഫ്ളാറ്റിലേക്ക് കയറാൻ തുടങ്ങിയതും പെട്ടെന്ന് ഫ്ളാറ്റിന് ചുറ്റും പോലീസ് ജീപ്പുകളുടെ ബഹളം. അവൻ അത്ഭുതപ്പെട്ടു. ഇവരൊക്കെ എന്താ ഇവിടെ? അവനെന്തോ വല്ലായ്മ തോന്നി. പുറത്ത് പോലീസ് ജീപ്പുകളുടെ ബഹളം കേട്ട് ഭ്രാന്ത് പിടിച്ച പോലെ മഹാദേവ് ശിവാനിയുടെ ദേഹത്തേക്ക് 2 വട്ടം കൂടി കത്തി കുത്തിയിറക്കി. തൻ്റെ ദേഹത്ത് നിന്ന് ജീവൻ ദൂരേക്ക് പോകുന്നതായി അവൾക്ക് തോന്നി. അച്ഛൻ്റെ സാമീപ്യം, ഗന്ധം ഒക്കെ അവൾക്ക് ചുറ്റും ഉള്ളതായി അവൾക്ക് തോന്നി. അച്ഛൻ അടുത്തേക്ക് വിളിക്കും പോലെ. അവളുടെ കണ്ണുകൾ മെല്ലെ നിസ്സഹായമായി അടഞ്ഞു കഴിഞ്ഞു. ദർശതി വേഗത്തിൽ ഉള്ളിലേക്കോടി. മഹാദേവ് പുറകുവശത്തെ വാതിലിലൂടെ കടക്കാൻ നോക്കിയതും ഫ്ളാറ്റ് വളഞ്ഞ പോലീസുകാർ അയാളെ കൈയോടെ പിടിച്ചു. അവർ അയാളെ വലിച്ചിഴച്ച് ജീപ്പിൽ കയറ്റി. ദർശ് അകത്തേക്ക് ഓടിക്കയറിയതും തറയിൽ പടർന്നൊഴുകുന്ന ചൂടുചോരയും നിശ്ചലമായി നിലത്തു കിടക്കുന്ന ശിവാനിയുമാണ് കാണുന്നത്. അവൻ നിലവിളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്കോടി. അവളെ തന്നെ മടിയിലെടുത്ത് കിടത്തി. അവളുടെ ചുണ്ടുകൾ വിളറി വെളുത്തിരുന്നു. ശിവ, ശിവ, കണ്ണു തുറക്ക് ശിവ! അവൻ കുട്ടികളെ പോലെ നിലവിളിച്ചു. അവളുടെ വയറിൽ ആഴ്ന്നിറങ്ങിയ കത്തിയുടെ അടയാളം. ഇൻസ്പെക്ടർ അതിവേഗത്തിൽ അവരുടെ അടുത്തേക്ക് വന്നു. ദർശിന്റെ മടിയിൽ കിടക്കുന്ന ശിവാനിയുടെ പൾസ് നോക്കി. ദർശ്, എന്തായി കാണിക്കുന്നേ? ശിവാനിക്ക് പൾസ് ഉണ്ട്, വേഗം! കോൺസ്റ്റബിൾ, കോൾ ദ ആംബുലൻസ് ഫാസ്റ്റ്! ഇൻസ്പെക്ടർ ഉറക്കെ അലറി. അവൻ അവളെ തട്ടി വിളിച്ചുകൊണ്ടിരുന്നു. അവളുടെ അടുത്തായി വീണുകിടന്ന പ്രഗ്നൻസി കിറ്റ് ഇൻസ്പെക്ടർ കയ്യിലെടുത്ത് നിസ്സഹായമായി നോക്കി. അത് ദർശ് കണ്ടു കഴിഞ്ഞിരുന്നു. വിറയ്ക്കുന്ന വിരലുകളോടെ അവനത് വാങ്ങി. പോസിറ്റീവ്. റിസൾട്ട് കണ്ടവൻ ചലിച്ചില്ല. പകരം അവളെ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന മട്ടിൽ നെഞ്ചോട് ചേർത്ത് നിശ്ചലമായിരിക്കുകയാണ്. ആംബുലൻസ് വന്നു. അവളെ ആശുപത്രിയിൽ എത്തിച്ചു. ദർശ് അത്രമാത്രം തകർന്നിരുന്നു. ചലിക്കാതെ ഒരേ ഇരിപ്പ്. ആരെയും നോക്കാതെ മിണ്ടാതെ അങ്ങനെ ഇരിക്കുകയാണ്. അവൻ്റെ വസ്ത്രത്തിൽ ആകെ അവളുടെ ചോര. അവൻ്റെ കൈകളിൽ ആ പ്രഗ്നൻസി കിറ്റ് മുറുകെ പിടിച്ചിരുന്നു. ഒന്ന് കരയാൻ പോലും അവനായില്ല. സ്വപ്നം ആണെന്ന് അങ്ങനെ തന്നെ അവൻ മനസ്സിലുരുവിട്ടു. ആശി വന്നവനെ തട്ടി വിളിച്ചു. അവൻ ആശിയെ കണ്ടിട്ടും അതേ ഇരിപ്പ് തുടർന്നു. ദേവാ, നീ എന്താടാ ഒന്നും മിണ്ടാത്തെ? ശിവയ്ക്കൊന്നും വരില്ലടാ. നിന്നെ വിട്ട് അവൾക്ക് എവിടേക്കും പോകാനാവില്ല ദേവാ. അവൻ ആശിയെ വേദനയോടെ നോക്കുക മാത്രമേ ചെയ്തുള്ളൂ. അവൻ്റെ മനസ്സ് എത്രത്തോളം നീറുകയാണെന്ന് ആശി അറിയുന്നുണ്ട്. ആശി സങ്കടം സഹിക്കാനാവാതെ ദർശിനെ ചേർത്ത് പിടിച്ചു. ദർശി തൻ്റെ കൈ തുറന്ന് ആശിയെ കാണിച്ചു. ആശി അതിലേക്ക് നോക്കി. പ്രഗ്നൻസി കിറ്റ്. ആശിയുടെ ഹൃദയം പിളരുന്നത് പോലെ തോന്നി. ദർശിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഒപ്പം ആശിയുടേതും. എൻ്റെ ഭാര്യയും കുഞ്ഞും. ദർശി വിതുമ്പി. എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് ആശിക്കറിയില്ലായിരുന്നു. ഡോക്ടർ പുറത്തേക്ക് വന്നു. ഐ എം സോറി, പേഷ്യൻറ്റിൻ്റെ അവസ്ഥ അല്പം ക്രിട്ടിക്കലാണ്. വെന്റിലേറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് നോക്കാം. ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ലെറ്റ്സ് പ്രേ. ഡോക്ടർ കൈയൊഴിഞ്ഞു. ആശി, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ദർശു ഇല്ലാതെയാവും. കോടതി ഈ കേസിൽ തെളിവുകൾ പരിശോധിച്ച് പ്രതിയുടെ കുറ്റം തെളിഞ്ഞിരിക്കുന്നു എന്ന് കണ്ടെത്തുന്നു. പ്രതി ഒരു ക്രിമിനലാണെന്ന് ഈ കോടതിയിൽ പൂർണ്ണമായി സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അതിനാൽ പ്രതിക്ക് ഇന്ത്യൻ ഫെയറൽ കോഡ് സെഷൻ 302 പ്രകാരം ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുന്നു. കൂടാതെ പ്രതിയുടെ എല്ലാ സ്വത്തുക്കളും ഭാര്യയ്ക്കും മക്കൾക്കും നിയമാനുസൃതമായി സംയുക്തമായി കൈമാറുമെന്നുമാണ് കോടതി വിധി. കോടതി വിധി പ്രസ്താവിച്ചു. ഇല്ല, ഇതാണോ ഇവിടുത്തെ ന്യായം? ഇതാണോ നീതി? ഇല്ല, ഞാൻ സമ്മതിക്കില്ല. കോടതി മുറിയിൽ നിന്ന് കരഞ്ഞുകൊണ്ടാണ് ശിവാനി ഇറങ്ങുന്നത്. അവളെ ദർശ് പൊതിഞ്ഞു പിടിച്ചു. കരയാതരാ, ദൈവം എന്നൊരാൾ ഉണ്ടെങ്കിൽ എല്ലാത്തിനും പകരം ചോദിക്കും. എല്ലാം ചോദിക്കും. എത്രമാത്രം ക്രൂരത മനുഷ്യൻ എന്നോട് ചെയ്തു എന്നറിയോ? എൻ്റെ കുഞ്ഞ്. അവൾ നെഞ്ച് തകർന്ന് കരഞ്ഞു. ദർശിൻ്റെ വാക്കുകൾക്ക് അവളെ ആശ്വസിപ്പിക്കാനായില്ല. മോളെ, ദൈവം പറഞ്ഞതാ ശരി. ദൈവം ഉണ്ടല്ലോ. ഈശ്വരൻ ചോദിക്കും മോളെ, ഉറപ്പാ, അനുഭവിക്കും. എൻ്റെ മോള് കരയല്ലേ. ആശയും ക്ഷാമയും അവളുടെ അവസ്ഥ കണ്ട് ഒന്നും പറയാനാവാതെ നിന്നു. അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷമായി. കേസ് തുടങ്ങിയിട്ട് അവളെ മഹാദേവ് കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ട് 3 വർഷമായി. അവൾ ഇപ്പോഴും നോർമൽ ആയിട്ടില്ല. ചില സമയം വയറുവേദന എടുത്ത് കരയുന്നത് ദർശി കാണാറുണ്ട്. അവൻ ചോദിക്കുമ്പോൾ അവൾ അവനെ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞ് പറയാറില്ല. പക്ഷെ അവൻ അറിയാം, മരണത്തിൻ്റെ അടുത്തുവരെ മരണത്തെ മുഖാമുഖം കണ്ടിട്ടാണ് അവൾ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നത്. ഡോക്ടേഴ്സ് എല്ലാം കൈയൊഴിഞ്ഞിരുന്നു. 1 വർഷത്തോളം അവൾ കോമയിലായിരുന്നു. അത്രമാത്രം അയാൾ അവളെ കുത്തി മുറിവേൽപ്പിച്ചിരുന്നു.
അവൻ്റെ പരിചരണവും സ്നേഹവും കൊണ്ട് മാത്രമാണ് അവളിപ്പോൾ കോമയിൽ നിന്ന് മടങ്ങിയെത്തിയത്. എങ്കിലും പൂർണ്ണമായും അവൾ ഓക്കെ ആയിട്ടില്ല. അവൾ പഴയ ശിവാനി തന്നെയല്ലെന്ന് അവന് തോന്നാറുണ്ട്. ദേവ, ശിവി വീട്ടിലേക്ക് കൊണ്ടോ, ഇന്നിവിടെ നിൽക്കണ്ട, അവളുടെ അവസ്ഥ നിനക്കറിയാലോ. ദർശിനെ മാറ്റി നിർത്തി ആശി പറഞ്ഞു. അമ്മയെ ഇപ്പോൾ അവരുടെ കൂടെ ഫ്ലാറ്റിലാണ്, ശ്യാമ ആശിയുടെ വീട്ടിലും. ശിവയുടെ ഡാഡ് അവൾക്ക് വയ്യാതായപ്പോൾ മിക്ക സമയവും അവൾക്കൊപ്പമായിരുന്നു. മാറി മാറി മൂവരും അവളെ പരിചരിച്ചു, സ്നേഹിച്ചു, അവളെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. ഇപ്പോൾ അത്യാവശ്യത്തിനായി അദ്ദേഹം അമേരിക്കയിലേക്ക് പോയിരിക്കുകയാണ്. വാ മാളു, നമുക്ക് പോവാം. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ നടക്കാനൊരുങ്ങിയത് മഹാദേവിനെ പോലീസ് പ്രൊട്ടക്ഷനോടെ ജീപ്പിനടുത്തേക്ക് കൊണ്ടുപോകുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവൾ ഓടി അവൻ ജീപ്പിനടുത്തേക്ക് ചെന്നു. മാളു, അവൾ നിന്നില്ല. പോലീസുകാർ അവളെ കണ്ട് നിന്നു. മഹാദേവ് അവളെ പകയോടും വെറുപ്പോടെയും നോക്കി. അന്ന് അവളെ തന്റെ കൈകൊണ്ട് തീർക്കണമെന്ന് കരുതിയാണ് ജയിൽ ചാടി വന്നത്. പക്ഷേ അവൾ അവിടെയും രക്ഷപ്പെട്ടു. നീ അനുഭവിക്കുന്നായേ, നീ അനുഭവിക്കാതെ ഭൂമിയിൽ നിന്ന് പോവില്ലടാ. നീ നീര് ചാവും. എൻ്റെ കണ്ണുനീരാ, നീ അനുഭവിക്കും. അയാൾ പുച്ഛിച്ചു. പോലീസുകാർ മുന്നോട്ട് നീങ്ങിയതും അവൾ കൊച്ചുകുട്ടികളെ പോലെ താഴേക്കിരുന്ന് നിലവിളിച്ചു. ദർശത് കണ്ട് ഓടിച്ചെന്നു. എന്താ മാളു ഇത്, കൊച്ചുകുട്ടികളെ പോലെ? എല്ലാവരും നോക്കുന്നു, എഴുന്നേക്ക്. കണ്ടില്ലേ ഏട്ടാ അയാൾ പോകുന്നത്? എത്ര ജീവിതം തകർത്തിട്ടാണെന്നോ അയാൾ ഇനി ജയിലിൽ സുഖമായി ജീവിക്കാൻ പോകുന്നത്. ഇല്ല ദേവേട്ട, എൻ്റെ കുഞ്ഞ്, അവൻ എന്നും എൻ്റെ സ്വപ്നത്തിൽ വരും ദേവേട്ട. അവൾ ഭ്രാന്ത് പിടിച്ച പോലെ പറഞ്ഞുകൊണ്ടിരുന്നു. അവൻ ഹൃദയം തകരുന്ന വേദന മറച്ചു പിടിച്ചുകൊണ്ട് അവളെ എഴുന്നേൽപ്പിച്ച് കാറിലാക്കി. അമ്മയും കയറി. ആശയും ശിവയും അവരുടെ കാറിലായിരുന്നു. കാറിൽ കയറിയിട്ടും അവൾ അമ്മയുടെ മടിയിൽ കിടന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് ദർശി മിററിലൂടെ കണ്ടു. അവൻ ആരോട് തന്റെ സങ്കടം പങ്കുവെക്കും? അവൻ ഇന്ന് ഏറ്റവും വെറുക്കുന്നത് അവന്റെ അച്ഛനെയാണ്. ആ മുഖം കാണുന്നത് തന്നെ അവൻ അറപ്പാണ്. അമ്മയും ദർശനയും സമാധാനമായി ജീവിക്കുന്നുണ്ട്. അവരെ ഇടയ്ക്കിടയ്ക്ക് അവൻ കാണാൻ പോവും. അവരും ഇങ്ങോട്ടേക്ക് വരും. പെട്ടെന്ന് വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് പഠനം തുടരുകയാണ് ദർശന. ഫ്ലാറ്റ് എത്തിയതും അവനവളെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് വന്നു. അമ്മ ആഹാരം പാകം ചെയ്യുമ്പോഴേക്കും ദർശ അവളുടെ മുടിമടഞ്ഞ് ഒതുക്കി കെട്ടിക്കൊടുത്തു. ചില സമയങ്ങളിൽ അവൾ വല്ലാതാവും. എന്തെങ്കിലും ഓർത്ത് നിശബ്ദമായി ജനലരികിൽ നിൽക്കും. അതൊക്കെ കാണുമ്പോൾ ദർശിന്റെ ഹൃദയം പിടയും. അവൻ കുട്ടികളെ പോലെയാണ് അവളെ നോക്കുന്നത്. കോമയിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം ശിവാനി ഒരുപാട് മാറി. അത്രമാത്രം ആ കൊലപാതക ശ്രമം അവളെ ബാധിച്ചിരുന്നു. രാത്രി അത്താഴം കഴിഞ്ഞ് അമ്മ കിടന്നതിന് പിന്നാലെ അവർ രണ്ടാളും മുറിയിലേക്ക് വന്നു. അവൾ ബെഡ് തയ്യാറാക്കിയ ശേഷം ദർശിന്റെ നെഞ്ചിലേക്ക് കിടന്നു. തന്റെ നെഞ്ചിൽ ചേർന്ന് കമിഴ്ന്നു കിടക്കുന്ന അവളെ ദർശി തലോടിക്കൊണ്ടിരുന്നു. അവളോടൊന്നും അവൻ ചോദിച്ചില്ല. പക്ഷേ പെട്ടെന്ന് അവന്റെ ഷർട്ട് നനയുന്നതായി തോന്നി. അവൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചതും കണ്ണൊക്കെ കലങ്ങിയിരിക്കുന്നുണ്ട്. അവൾ കരയുകയാണെന്ന് അവന് മനസ്സിലായി. എന്താടാ പൊന്ന, എന്തിനാ കരയുന്നതിന്റെ കുട്ടി? ഏട്ടനോട് പറ, നമുക്ക് ശരിയാക്കാം, അവൻ ശാന്തമായി ചോദിച്ചു. അവൾ വയറിൽ പൊത്തിപ്പിടിച്ചു. അവൻ എന്നും എൻ്റെ സ്വപ്നത്തിൽ വരും ദേവേട്ട, എന്നും. എന്നിട്ട് ഉറക്കെ കരയും. ഞാൻ എടുക്കാൻ പോകുമ്പോൾ അവൻ മാന്യവും. അവൻ എവിടെയാ പോയേ? എനിക്ക് വേണം. കോമയിൽ നിന്ന് മടങ്ങിയെത്തി കുറച്ചായപ്പോൾ അവൾ കുഞ്ഞിനെക്കുറിച്ച് ഓർത്തു. അന്ന് ഒരുപാട് സന്തോഷത്തിലിരുന്നപ്പോൾ ആയിരുന്നല്ലോ. അവളുടെ ചോദ്യം അവൻ്റെ ഹൃദയം തകർത്തു. കുറച്ചു നാളുകളായി അവൾ സ്വപ്നത്തിൽ ഞെട്ടിയുണർന്ന് എൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞ് കരയും. കുഞ്ഞല്ലേ, ഇനി ഉണ്ടാവും എന്നവൻ ആശ്വസിപ്പിക്കും. പക്ഷേ പൊന്ന, നിന്റെ തോന്നലാടാ, നമുക്ക് കുഞ്ഞുണ്ടായിരുന്നില്ലല്ലോ, ഒക്കെ നിന്റെ പേടി കൊണ്ടാ, നീ അങ്ങനെ ഓർത്ത് കിടന്നിട്ടാ. ദർശ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അല്ല ദേവേട്ട, ഞാൻ സന്തോഷത്തോടെ അവന് വരവേക്കായിരുന്നപ്പോൾ അല്ലേ അയാൾ എന്നെ. ഇനി ഒരിക്കലും എൻ്റെ കുഞ്ഞിനെ എനിക്ക് കിട്ടില്ലല്ലോ ദേവേട്ട. അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്ന് അവൾ കരഞ്ഞു. ഈ കരച്ചിൽ അവൻ കാണാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറച്ചായി. അവൻ വേദന കടിച്ചമർത്തുകയാണ്. രണ്ടുപേരും തളർന്ന എങ്ങനെയാണ്? സാരല്ല, എൻ്റെ കുട്ടിക്ക് ഞാനും, എനിക്ക് നീയില്ലേടാ, നമുക്ക് നമ്മൾ മതി, അതാ നല്ലത്. നിനക്ക് കുഞ്ഞിനെ പോലെ നോക്കാൻ ഞാനില്ലേടേ മാളു. നീ എന്നെ സ്നേഹിച്ചോ, ഞാൻ നിന്നെ സ്നേഹിക്കാം, പോരെ? കണ്ണു തുടയ്ക്ക്. ഇനി ഒരിക്കലും എനിക്കൊരു അമ്മയാവാൻ പറ്റുമെന്ന് ഓർക്കുമ്പോൾ എനിക്ക് പറ്റുന്നില്ല ദേവേട്ട. അവൾ വയറിൽ മുറുകെ പിടിച്ചു. അവൻ വേദനയോടെ അവളെ തലയോടി. കരയാതിരിക്കാൻ ചുണ്ട് കടിച്ചു പിടിച്ചെങ്കിലും അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ പൊടിഞ്ഞു. കോമ കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വയറുവേദന പറഞ്ഞിട്ടാണ് അവളെ അവൻ ചെക്കപ്പിന് കൊണ്ടുപോകുന്നത്. പക്ഷേ അവിടെയായിരുന്നു അവരെ തകർത്തുകൊണ്ട് ആ കാര്യം അറിഞ്ഞത്. അന്ന് നടന്ന അപകടത്തിൽ അവളുടെ അമ്മയാവാനുള്ള കഴിവ് എന്നേക്കുമായി നഷ്ടപ്പെട്ടിരുന്നു. അവയവങ്ങൾക്കേറ്റ പരിക്കായിരുന്നു കാരണം. പിന്നെ അവന് സങ്കടമുണ്ടെങ്കിലും വലിയൊരു സന്തോഷമുണ്ട്. അവൻ്റെ ശിവാനി അവന് തിരികെ കിട്ടിയാലോ, അത് മതി. അവൻ കണ്ണു തുടച്ചു. മഹാദേവന്റെ കമ്പനി, സ്വത്തുക്കൾ, വസ്തു എല്ലാം തന്നെ ശിവാനിയുടെയും ശ്യാമയുടെയും അമ്മയുടെയും പേരിലേക്ക് മാറി. കുറച്ചു നാളുകൾക്ക് ശേഷം ശ്യാമയും ആശയും ചോരക്കുഞ്ഞിനെ ദർശനും ശിവാനിക്കും കൈമാറി. ഒരുപാട് ആലോചിച്ചു. ഞങ്ങൾ പൂർണ്ണ മനസ്സോടെ അത് ചെയ്യുന്നത്. ഈ കുഞ്ഞ് നിങ്ങളുടേതാ. ഇവന്റെ അച്ഛനും അമ്മയും നിങ്ങളായിരിക്കും ഇനി മുതൽ, ആശ സന്തോഷത്തോടെ പറഞ്ഞു. ശ്യാമയുടെ മുഖത്തും സംതൃപ്തി. നിനക്ക് സമ്മതമായിരിക്കുവാനു? നിനക്ക് ഓക്കെ ആണോ?
ദർശ് ചോദിച്ചു. ഏട്ടാ, ആശയട്ടം പറഞ്ഞ പോലെ തന്നെയാ. ഞങ്ങൾ കുറെ ആലോചിച്ചു. ഞങ്ങൾക്ക് ഇനിയും കുട്ടികളുണ്ടാവും. മാത്രമല്ല, ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ അന്യർക്കല്ലല്ലോ കൊടുക്കുന്നത്. ഞങ്ങളുടെ രക്തബന്ധത്തിന് തന്നെയല്ലേ, കൂടപ്പിറപ്പിനല്ലേ. നിങ്ങൾ ഇനിയും വേദനിച്ച് കഴിയരുത്. എൻ്റെ ചേച്ചി ഒരുപാട് വേദനിച്ചു. ഇനിയും ഈ പാവത്തിൻ്റെ കണ്ണുനീർ കാണാൻ എനിക്ക് പറ്റില്ല. കൂടപ്പിറപ്പുകൾ കണ്ണുനീരിലാവുമ്പോൾ നമുക്കൊരിക്കലും സന്തോഷം കിട്ടില്ല, ശ്യാമ പറഞ്ഞു. ദേവ, ശിവ, ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഞങ്ങൾ നോക്കുന്നതിനെക്കാട്ടി ഇരട്ടി സ്നേഹത്തോടെ നിങ്ങൾ ഇവനെ വളർത്തുമെന്ന്. നിങ്ങളുടെ മോനായി ഇവൻ വളരും. പിന്നെ ദൂരത്തൊന്നും അല്ലല്ലോ, അടുത്ത് തന്നെയല്ലേ. എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ മോനെ കാണാമല്ലോടാ. ദർശ ആശയെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചു. രണ്ട് സുഹൃത്തുക്കളുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. സുഹൃത്തല്ലല്ലോ, സഹോദരന്മാർ തന്നെയായിരുന്നില്ല അവർ. അത് കണ്ട് ശ്യാമയുടെയും ശിവയുടെയും കണ്ണും സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവിടെ ഉള്ളവരുടെയെല്ലാം അവസ്ഥ അതുതന്നെയായിരുന്നു. ദർശിൻ്റെയും ആശയുടെയും വീട്ടുകാരും ശിവയുടെ അമ്മയും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞിന് കാർത്തിക് എന്ന് പേരിട്ടു. ആ ഒരു സന്തോഷ മുഹൂർത്തത്തിൽ തന്നെ മറ്റൊരു വാർത്ത അവരെ തേടിയെത്തി. മഹാദേവ് മരിച്ചു. ശരത്താണ് വന്ന് പറഞ്ഞത്. എങ്ങനെ? ദർശി ചോദിച്ചു. നല്ലപോലെ ജയിലിൽ ജീവിച്ചതാ. പെട്ടെന്ന് ശരീരത്തിന്റെ പല ഭാഗവും പൊട്ടാൻ തുടങ്ങി, ചെറിയ മുറിവുകൾ പോലെ. അത് വലുതായി വ്രണമായി. എന്താണ് രോഗമെന്ന് പല സ്ഥലത്തും കാണിച്ചു, ആർക്കും കണ്ടെത്താനായില്ല. വ്രണത്തിൽ നിന്ന് ചോര പൊടിയാൻ തുടങ്ങി. ശരീരം ആകെ അത് വ്യാപിച്ചു. ഈച്ചയും മറ്റും പൊതിയാൻ തുടങ്ങി. മരുന്നൊന്നും ഏൽക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം വ്രണം കൂടി അതിൽ പുഴുവരിച്ചു തുടങ്ങി. നീറി ഒടുവിൽ ഇന്ന് രാവിലെ മരിച്ച നിലയെ കണ്ടെത്തി. ശരത്ത് പറഞ്ഞത് കേട്ട് ഒരാളുടെയും കണ്ണ് നിറഞ്ഞില്ല, ആരുടെയും ഹൃദയം പിടഞ്ഞില്ല. അയാൾക്ക് വേണ്ടി കർമ്മം ചെയ്യാൻ പോലും ദർശ ഒരുക്കമായിരുന്നില്ല. അത്രമാത്രം അവന്റെ ജീവിതം അയാൾ ഇല്ലാതെയാക്കിയതല്ലേ. ഇത് അറിയിക്കാനാണ് ഞാൻ വന്നത്. ആർക്കെങ്കിലും കാണണമെങ്കിൽ വരാം. ഇല്ല ശരത്, ഞങ്ങൾക്ക് കാണേണ്ട. അയാൾ ഞങ്ങളുടെ ആരുമല്ല. ശരത്ത് പൊക്കോളൂ. ശരത്ത് മടങ്ങി. ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ടെന്ന് എനിക്കറിയായിരുന്നു. കർമ്മ എന്ന ഒന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ചെയ്ത തെറ്റിന് അനുഭവിക്കും. ആരാണെങ്കിലും അയാളുടെ പാപത്തിന് ദൈവം നൽകിയതാ, സുഭദ്രാമ്മ ഇടർച്ചയോടെ പറഞ്ഞു. ദേവേട്ട, പോകണം, കർമ്മം ചെയ്യണം. ശിവാനി അവന്റെ കയ്യിൽ പിടിച്ചത് പറഞ്ഞതും അവൻ മനസ്സിലാവാതെ അവളെ നോക്കി. ശിവ, നീ... അയാൾ തെറ്റ് ചെയ്തു. ദൈവം അതിനുള്ളത് കൊടുത്തു. നമ്മളായിട്ട് വരുത്തി വെച്ചതല്ലല്ലോ. അയാൾക്ക് പക എന്നോടായിരുന്നു. അത് തീർന്നു. നിങ്ങൾ രണ്ടാളും അയാൾക്ക് ജീവനായിരുന്നു. നിങ്ങൾ രണ്ടുപേരും പോകണം, കർമ്മം ചെയ്യണം. ആത്മാവ് ഗതി കിട്ടാതെ അലയരുത്. ഏട്ടത്തി. ദർശന കരഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു. അവൾ ദർശനയെ മെല്ലെ തലോടി. സന്തോഷവും സങ്കടവും കലർന്ന അവസ്ഥ. അതെ, അവളോടും അവളുടെ അച്ഛനോടും മഹാദേവ് ചെയ്ത ക്രൂരതയ്ക്ക് ദൈവം ചോദിച്ചിരുന്നു. നീതിക്ക് കൊടുക്കാൻ പറ്റാത്തത് അയാൾക്ക് ലഭിച്ചു. നീറിനേറിയ അവസാന നിമിഷം ആരുമില്ലാതെ അയാൾ ഒടുങ്ങി. അവളുടെ കണ്ണുനീരിന് ദൈവം തന്നെ പകരം ചോദിച്ചിരിക്കുന്നു. അച്ഛന്റെ മരണാനന്തര ചടങ്ങുകൾ ദർശനയും നിർവഹിച്ചു. അവസാനമായി എല്ലാവരും അയാളെ കണ്ടു. മരിച്ചു കിടക്കുമ്പോൾ പോലും അയാളുടെ മുഖത്ത് സൗമ്യത ഉണ്ടായിരുന്നില്ല. മുഖമൊക്കെ പാതിയും വികൃതമായിരുന്നു. ശിവാനിയും കുഞ്ഞുകാർത്തിയും ചേർത്ത് പിടിച്ച് ദർശ് ഫ്ലാറ്റിലേക്ക് മടങ്ങി. അവളുടെ കൈകൾ അവൻ ചേർത്ത് പിടിച്ചിരുന്നു. മരണത്തിനു പോലും അവളെ വിട്ടുകൊടുക്കില്ലെന്ന മട്ടിൽ. അവളുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് ജീവിതത്തിന് പുതിയ അർത്ഥം പകർന്നുകൊണ്ടിപ്പോൾ കൂടെ പുതിയൊരു അതിഥി കൂടെയുണ്ട്. ശ്യാമയുടെയും ആശയുടെയും കുഞ്ഞ്. അല്ല, ദർശിന്റെയും ശിവാനിയുടെയും കുഞ്ഞ് കാർത്തി. ശിവ, ഇനി ഒരിക്കലും എൻ്റെ കുട്ടിയുടെ കണ്ണ് നിറയരുത്. ഞാനുണ്ട് എൻ്റെ മാളുവിൻ്റെ കൂടെ. ഇനി ഇവന് വേണ്ടി നമുക്ക് ജീവിക്കണം. പുതിയൊരു ജീവിതം തുടങ്ങണം. ദർശ അവളെ നോക്കി പറഞ്ഞു. നിറമുള്ള സ്വപ്നങ്ങളും ചിറകുള്ള പ്രതീക്ഷകളും പേറി അങ്ങനെ കുറേ കാലം എനിക്ക് എൻ്റെ ദേവേട്ടൻ്റെയും കാർത്തിമോൻ്റെയും കൂടെ ജീവിക്കണം. താങ്ക് യു ദേവേട്ട, ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നതിന്, സ്നേഹിക്കുന്നതിന്, എല്ലാത്തിനും. ദർശ തൻ്റെ പ്രിയതമ്മയുടെ നെറ്റിയിൽ സ്നേഹചുംബനം അർപ്പിച്ചു. കാർത്തിമോൻ നിഷ്കളങ്കമായി പുഞ്ചിരിച്ചു. ശുഭം. അപ്പോൾ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. കൂടെ നിന്നും ചേർത്ത് പിടിച്ചതിനും എല്ലാവർക്കും നന്ദി. പുതിയൊരു കഥയുമായി ഉടൻ തന്നെ കാണാം. താങ്ക് യു.